ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ കൂന്തൽ നിറച്ചതുണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ട്രെൻഡെല്ലാം ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്ര ട്രെൻഡ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആരും വിടുകയോ ചെയ്യില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കൂന്തലെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഉൾഭാഗമെല്ലാം നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കൂന്തൽ തന്നെ വാങ്ങിക്കണം, എന്നാലാണ് കുറച്ചും കൂടിയും അത് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചും കൂടി നല്ലത്. കുറച്ച് വലിയ കൂന്തൽ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഞാൻ കൂന്തൽ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ഉള്ളി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി കട്ടാക്കി എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കൂല, ആ ഒരു രീതിയിൽ തന്നെ കട്ടാക്കണം കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ പച്ചമുളകെല്ലാം എടുക്കുന്ന ടൈമിൽ എരിവെല്ലാം നോക്കിയിട്ട് വേണം എടുത്ത് കൊടുക്കാനായിട്ട്. അതായത് ഓവറായിട്ട് എരിവൊന്നും ഇതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ട. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് വാടി വരുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, നമ്മളെ നോർമലായിട്ടുള്ള ആ ഒരു മുളക് പൊടി, പിന്നെ ഗരം മസാല കുരുമുളക് പൊടി, അതെല്ലാം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ നമ്മൾ ആ ഒരു കൂന്തലിൻ്റെ ക്ലീൻ ആക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ ആ ഒരു ചിറക് കാര്യങ്ങളെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിനും അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് ഒരു ഒന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കൂന്തലിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചും കൂടിയും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്ങിൽ അതെല്ലാം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ സീ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ആ ഒരു ലെമൺ ജ്യൂസ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു പുളിയും ഇതെല്ലാം ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മസാലയിലിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മളെ കല്ലുമ്മക്കായിൻ്റെ എല്ലാം ഒരു അരിയച്ചിട്ടുള്ള മാവില്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ ആ ഒരു ഫില്ലിങ്ങും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ കൂന്തലിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനത്തെയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കുത്തി നിറച്ച് ഫില്ലാക്കണ്ട കേട്ടോ. ഒരു ഒരു ഹാഫ് ഭാഗം വരെ ഫില്ല് ചെയ്തിട്ട് ആക്കി കൊടുത്താൽ മതി. കാരണം ഇത് നമ്മളിങ്ങനെ ആവിക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ മൊത്തത്തിൽ ടൈറ്റായിട്ട് എല്ലാം പുറത്തേക്കെല്ലാം വരും ഓവറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു തലേൻ്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ലുക്കായിരിക്കും. പക്ഷേ എൻ്റെ ഞാൻ എൻ്റെ ക്ലീനിങ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. കാരണം ഞാൻ ക്ലീനാക്കി ആ തലേൻ്റെ ഭാഗമെല്ലാം പകുതിയിലധികം പോയിട്ടുണ്ട് അതിനിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലതെല്ലാം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ടൂത്ത് പിക്കെല്ലാം കുത്തി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ അതായത് വ്ളോഗ് ചെയ്ത ടൈമിൽ അതിൽ കാണിച്ചിട്ടുണ്ടായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ 2-3 ആൾക്കാരാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസിപ്പി വീഡിയോസ് എല്ലാം ചെയ്തുകൂടെയെന്ന്. ഞാൻ എപ്പം വിചാരിക്കട്ടെ സെപ്പറേറ്റ് ആയിട്ട് റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യണമെന്ന്. പക്ഷേ എനിക്കൊന്നിനും ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും കാണിക്കാത്തത്. പിന്നെ എല്ലാവർക്കും വ്ളോഗെല്ലാം കാണുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ കൂന്തലെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു കൂന്തലുണ്ടല്ലോ ഇതുപോലെ ഫ്രൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ നേരെ സെയിം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഓയിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സെയിം മസാല പൗഡറെല്ലാം തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മളെ നോർമൽ മുളക് പൊടി എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലാം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളെ കൂന്തൽ ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ ഇട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഒരു മുളകല്ലേ ഇതിൻ്റെ മുകളിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഏത് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓവറായിട്ടുള്ള മസാലകളും ഇതെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മസാലയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടിയും ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മൾ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വ്ളോഗിലോ റെസിപ്പിയിലോ കാണാം.